ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 14 ദിവസത്തേക്ക് റിമാൻഡിൽ. രാഹുലിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. DNA പരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചെയ്യുന്നുണ്ട്. ഗോകുൽ, രാഹുലിന് നിർണായകമാണ് ഈ DNA പരിശോധന. അപ്പം ഈ ഫോണിലെ പരിശോധന, അതിന്റെ ശാസ്ത്രീയ പരിശോധന വളരെ നിർണായകമാണ്. പക്ഷെ രാഹുൽ അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇനി ഈ രാഹുൽ അന്വേഷണത്തിനോട് സഹകരിക്കാത്ത പക്ഷം ഈ അന്വേഷണ സംഘം എങ്ങനെ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? ഗോകുൽ. അശ്വതി, അതായത് ഈ രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ. ആ റിമാൻഡ് റിപ്പോർട്ട് വായിക്കാൻ തന്നെ നമുക്ക് നാണമാകും. കാരണം അത്രത്തോളം ലൈംഗികത നിറഞ്ഞ രീതിയിലുള്ള രാഹുലിൻ്റെ പ്രവൃത്തികളാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മൂന്നാമത്തെ പരാതിക്കാരിയെ ഏത് രീതിയിൽ ദുരുപയോഗം ചെയ്തു, ചൂഷണം ചെയ്തു എന്നുള്ള കാര്യം ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് ഓരോ വരിയും കൃത്യമായിട്ട് രാഹുലിൻ്റെ ലൈംഗിക വൈകൃതം വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ അതിൽ പറയുന്നതിൻ്റെ ചില ചുരുക്കം കാര്യങ്ങൾ, അതായത് പ്രതി കാമസംതൃപ്തി വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ പരാതിക്കാരിയെ പരിചയപ്പെട്ടു. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടു. അതിനുശേഷം തിരുവല്ലയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ റൂം എടുത്തതിന് ശേഷം രാഹുൽ ഒരു കറുത്ത ടീഷർട്ടും വെള്ളമുണ്ടും ഒരു സൈഡ് ബാഗും ധരിച്ചുകൊണ്ടാണ് റൂമിലേക്ക് വന്നത്. അതിനുശേഷം കണ്ട ഉടൻ തന്നെ യുവതിയെ ആക്രമിക്കുകയും ലൈംഗികമായിട്ട് വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുമാത്രമല്ല, ഈ യുവതിയുടെ മുഖത്തടിക്കുകയും മുഖത്ത് കുത്തുകയും ഒക്കെ തന്നെ ഇയാൾ ചെയ്തു. പ്രതി ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. അതുമാത്രമല്ല, ഈ അതിജീവിതമാരെ സോഷ്യൽ ബുള്ളിയിങ് അടക്കം നടത്തിക്കൊണ്ട് പലതവണ ദുരുപയോഗം ചെയ്യുവാനായിട്ട് ഇയാൾ അല്ലെങ്കിൽ അതുപോലെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, തൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പദവിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നിരവധി വീട്ടമ്മമാരെയും യുവതികളായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയും ഒക്കെ തന്നെ ഇയാൾ സെക്ഷലി ഉപയോഗപ്പെടുത്തി. അതായത് ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു, വിവാഹ വാഗ്ദാനം നൽകി, അതിനുശേഷം ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ രാഹുലിനെതിരായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുലിനെതിരായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പ്രതി ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയതുകൊണ്ട് തന്നെ പ്രതിക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുത്. അതുമാത്രമല്ല, രാഹുലിനെ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം അയാളുടെ ഒരു ഫോൾഡിംഗ് ഫോൺ, സാംസങ്ങിൻ്റെ ഫോൺ കൂടി ബന്ദോബസ്താക്കിയിട്ടുണ്ട് പോലീസ്. ഈ ഫോണിൻ്റെ പാസ്വേഡ് പറഞ്ഞു നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ അതിന് കൂട്ടാക്കിയില്ല എന്നും ഇയാൾ ഒരുപാട് ഡിജിറ്റൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് പ്രതി. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഉപകരണങ്ങളിലൊക്കെ ഇയാളുടെ സ്വകാര്യ ചാറ്റുകളും നഗ്ന വീഡിയോകളും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘം പറയുന്നു. ആ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പാസ്വേഡ് പറഞ്ഞു തരാൻ ഇയാൾ തയ്യാറാകുന്നില്ല. അതുമാത്രമല്ല, അതൊക്കെ കൃത്യമായിട്ട് ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്രതിയെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തന്നെ കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ റിമാൻഡ് അനിവാര്യമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇന്ന് മജിസ്ട്രേറ്റിന് തന്നെയാണ്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഗൗരവകരമായ കാര്യങ്ങളാണ്, ഗൗരവകരമായ പരാമർശങ്ങളാണുള്ളത്. എന്നാലും 14 ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡിലായിരിക്കുന്നത്. അപ്പോഴും രാഹുൽ അന്വേഷണവുമായി പൂർണ്ണതോതിൽ സഹകരിക്കുന്നില്ല. ഫോണിന്റെ പാസ്വേഡ് അടക്കം ഈ അന്വേഷണ സംഘത്തോട് പങ്കുവെക്കുന്നില്ല എന്നതടക്കമുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും DNA പരിശോധനാ ഫലമൊക്കെ പുറത്തു വരുമ്പോൾ രാഹുലിന് അത് നിർണായകം തന്നെയായിരിക്കും.